നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷനെ പറ്റിയിട്ടാണ്. നമ്മൾ പെർമ്യൂട്ടേഷനെ പറ്റി പഠിച്ചു, കോമ്പിനേഷനെ പറ്റി പഠിച്ചു. അതായത് ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യില് ഒരു 3 ബോൾസ് ഉണ്ട്, അല്ലെങ്കിൽ പോട്ടെ 3 ആൾക്കാരുണ്ട്. 3 ആൾക്കാരാണ് നിങ്ങളുടെ കയ്യിൽ. ഈ 3 ആൾക്കാരെ വെച്ചിട്ട് 2 പേരുള്ള ടീം ഉണ്ടാക്കണം. ഓക്കെ, 3 പേരെ വെച്ചിട്ട് 2 പേരുള്ള ടീം ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് 2 പേരുള്ള ടീം ഉണ്ടാക്കാം? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് 3 പേര് തന്നിട്ടുണ്ട്. അപ്പോ അതില് 2 പേരുള്ള ടീം ഉണ്ടാക്കണം. എങ്ങനെ, എത്ര വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അങ്ങനെ 2 പേരുള്ള ടീം ഉണ്ടാക്കാം? അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ആള്, രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള്. ഓക്കെ, 3 പേര് വെച്ചിട്ട് 2 പേരുള്ള ടീം എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെ ആളും ടീമാക്കാം. അപ്പോ 2 പേരുള്ള ഒരു ടീമായി. ഒന്നാമത്തെയും മൂന്നാമത്തെ ആളും ടീമാക്കാം. ഒന്നാമത്തെയും മൂന്നാമത്തെ ആളെയും ടീമാക്കാം. അടുത്ത് രണ്ടാമത്തെയും മൂന്നാമത്തെ ആളെയും ടീമാക്കാം. ഇപ്പൊ ഓർഡർ ഇമ്പോർട്ടന്റ് അല്ല. ഇപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ ആളെ ടീമാക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ് രണ്ടാമത്തെ ഒന്നാമത്തെ ആളെ ടീമാക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഓർഡർ പ്രശ്നമല്ല. അങ്ങനെ നമുക്ക് ഈ 3 രീതിയിലാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. 3 രീതിയിലാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ 3, 2 എന്ന് ആ 3 പേരിൽ നിന്ന് 2 പേരുള്ള ടീമുകൾ എത്ര രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഇതാണ് അയാളുടെ ഒരു ലോജിക്. സേ നൗ ഫോർ എക്സാമ്പിൾ 4 പേരുള്ള ഒരു 1, 2, 3, 4 പേര് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇവരിൽ നിന്ന് 2 പേരുള്ള എത്ര ടീമിനെ ഉണ്ടാക്കാം? ഇവരിൽ നിന്ന് 2 പേരുള്ള എത്ര ടീമിനെ ഉണ്ടാക്കാം? ദേ, 1നെയും 2നെയും നമുക്ക് ടീമാക്കാം, 1നെയും 3നെയും നമുക്ക് ടീമാക്കാം, 1നെയും 4നെയും നമുക്ക് ടീമാക്കാം. അടുത്ത 2നെയും 3നെയും നമുക്ക് ടീമാക്കാം, 2നെയും 4നെയും നമുക്ക് ടീമാക്കാം. അടുത്ത 3നെയും 4നെയും ടീമാക്കാം. അങ്ങനെ നിങ്ങൾക്ക് 6 ടീം ഉണ്ടാക്കാം, 6 വ്യത്യസ്ത ടീം ഉണ്ടാക്കാം. അപ്പൊ 4 പേരുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 പേരടങ്ങുന്ന 6 ടീമുകൾ പല പല രീതിയിൽ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് കോമ്പിനേഷന്റെ ഉദ്ദേശം. ഈ ഒരു പർട്ടിക്കുലർ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കോമ്പിനേഷന്റെ ഉദ്ദേശം. അതായത് ഇവിടെ തന്നിട്ടുണ്ട്, when group of items are taken from given set of distinct elements without regard to any specific order of their appearance, then such group of terms are known as combinations. Such group of terms are known as combination. നിങ്ങളുടെ കയ്യിൽ സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്ട് എലമെന്റ് ഉണ്ട്. അവരുടെ ഓർഡർ ഓഫ് അപ്പിയറൻസിനെ പറ്റി ചിന്തിക്കാതെ, അവരുടെ ഓർഡർ ഓഫ് അപ്പിയറൻസിനെ പറ്റി ചിന്തിക്കാതെ ആ കൂട്ടത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് എടുക്കുന്നു. ആ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ എടുക്കുന്ന ആ പ്രോസസ്, ആ സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു സെലക്ഷൻ ഓഫ് ഓൾ ഓർ പാർട്ട് ഓഫ് നമ്പർ ഓഫ് തിങ്സ് ഫ്രം എ ഗിവൺ സെറ്റ് ഓഫ് തിങ്സ്. ഗിവൺ സെറ്റ് ഓഫ് തിങ്സിൽ നിന്ന് മുഴുവനായിട്ട് എടുക്കുകയോ, മുഴുവനായിട്ട് എടുത്താൽ ഒരേ ഒരു ചാൻസ് അല്ലേ ഉള്ളൂ, ഒരേ ഒരു രീതിയിലേ നമുക്ക് എടുക്കാൻ പറ്റൂ. അയാൾ എങ്ങനെ എടുത്തു? ഓർഡർ ഓഫ് അപ്പിയറൻസ് ഒരു പ്രശ്നമല്ല, എടുക്കുന്നു. അല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നൊരു പാർട്ടിനെ എടുക്കുന്നു. അത്രേ ഉള്ളൂ കോമ്പിനേഷൻ. ഒരുപാട് നമ്പർ ഉണ്ടാവും, അതിൽ നിന്നൊരു പാർട്ടിനെയോ അല്ലെങ്കിൽ മൊത്തമായിട്ടും എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പഴയ പെർമ്യൂട്ടേഷനെ പോലെ തന്നെ നമ്മുടെ ഇവിടെ കൺസേൺ എത്രയേ ഉള്ളൂ? അങ്ങനെ എത്ര ഗ്രൂപ്പിനെ എടുക്കാൻ പറ്റും, അങ്ങനെ എത്ര ഗ്രൂപ്പിനെ, സബ് ഗ്രൂപ്പിനെ, അതായത് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിൽ നിന്ന് നിങ്ങൾക്ക് എത്ര കോമ്പിനേഷൻസ് അങ്ങനെ എടുക്കാൻ പറ്റും, പാർട്ട് എങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ കയ്യില് n തിങ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. n തിങ്സ്, ആ n തിങ്സിന്റെ അകത്ത് നിന്ന് 6 അറ്റ് ടൈം എടുക്കണം. അതായത് ഞാനിപ്പോ പറഞ്ഞില്ലേ, 3 പേരടങ്ങുന്ന ടീമില് 2 പേര് അറ്റ് ടൈം എടുത്ത്, 3 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 പേര് അറ്റ് ടൈം എടുത്ത് ടീം ഉണ്ടാക്കണം.
അങ്ങനെയല്ലേ പറഞ്ഞു. പിന്നെ 4 പേരടങ്ങുന്ന ഒരു ടീമിൽ നിന്ന് 2 അറ്റ് എ ടൈം എടുത്തിട്ടൊരു ഇതുണ്ടാക്കണം. അപ്പൊ അവിടെ n എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് n എന്ന് പറയുന്നത് 3ഉം r എന്ന് പറയുന്നത് 2ഉം. 4 പേരടങ്ങുന്ന ടീം എന്ന് പറഞ്ഞില്ലേ, സോറി 4 പേരടങ്ങുന്ന ഗ്രൂപ്പ്, അവിടെ n 4ഉം r 2ഉം. n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്, അതിൽ നിന്ന് r അറ്റ് എ ടൈം നിങ്ങൾക്ക് എടുക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ്? അതിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് NCR. C is for combination. NCR which is equal to n factorial എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, divided by r factorial. r ഈ പെർട്ടിക്കുലർ വാല്യൂ ആണ്, അത് എന്നോ എന്നിനേക്കാൾ താഴെയോ ആയിരിക്കും, into n minus r factorial. നമ്മുടെ പെർമ്യൂട്ടേഷന്റെ ഫോർമുലയെ പോലെ തന്നെയാണ് ഏകദേശം വന്നിട്ടുണ്ട്, പക്ഷെ ഒരു ടേം എക്സ്ട്രാ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. NPR ആയിരുന്നുവെങ്കിൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ആയിരുന്നു. ഇവിടെ അതല്ല, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഉണ്ട്, കൂടെ ഡിനോമിനേറ്ററിൽ r ഫാക്ടോറിയലും കൂടെ ഉണ്ട്. Therefore NCR is equal to n factorial divided by r factorial into n minus r factorial. നമുക്കൊന്ന് നോക്കാം. അതായത് ഞാനിപ്പോ 3 പേരടങ്ങുന്ന ഒരു എന്താണ് ഇതെന്നല്ലേ പറഞ്ഞത്, ഗ്രൂപ്പ് എന്നല്ലേ പറഞ്ഞത്. അതായത് n is equal to 3. അവിടെ നിന്ന് എനിക്ക് 2 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ഉണ്ടാക്കാനുള്ളത്. Therefore r is equal to 2. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് NCR ആണ്, അതായത് 3C2 ആണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. By formula, this is 3 factorial divided by 3 minus 2 factorial into 1 factorial. 3 minus 2 factorial into 1 factorial. Solving 3 factorial divided by 3 minus 2 എന്ന് പറയുമ്പോൾ 1 factorial. എനിക്ക് ചെറിയ തെറ്റ് പറ്റി, ഇവിടെ 1 factorial അല്ല 2 factorial ആണ്. r ന്റെ വാല്യൂ 2 ആണല്ലോ, 2 factorial into 2 factorial. 3 factorial 6 ആണ്, ഡിവൈഡഡ് ബൈ 1 factorial 1ഉം 2 factorial 2ഉം ആണ്. 6/2 that is 3. അപ്പൊ 3 പേരെന്ന് പറയുന്ന നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. 3 പേരെന്ന് നമ്മൾ സെലക്ട് ചെയ്ത ആൻസർ കറക്റ്റ് ആണ്. ഇത് കണ്ടല്ലോ, 6/2 that is 3. 3 പേരുള്ള ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 പേരടങ്ങുന്ന ടീം ഉണ്ടാക്കണമെങ്കിൽ അത് 3 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. Now ഇവിടെ നോക്കുകയാണെങ്കിൽ 4 പേരടങ്ങുന്ന ടീമാണ്, അപ്പൊ 4 n is equal to 4. അവിടെ എനിക്ക് 2 പേരടങ്ങുന്ന ടീം വേണം ഉണ്ടാക്കാൻ. Therefore r is equal to 2. 2 at a time എടുക്കണം. Therefore 4C2 that is equal to 4 factorial divided by 2 factorial into 4 minus 2 factorial. Formula n factorial divided by r factorial into n minus r factorial, which is equal to 4 factorial divided by 2 factorial into 2 factorial. 4 minus 2 2 ആണല്ലോ. ഈ 4 factorial എന്ന് പറയുമ്പോൾ 24 വരും, divided by 2 factorial 2 ആണ്, into 2 വരും. That is 24 divided by 4, that is equal to 6. 6 പേർ ആണല്ലോ, 6 പേരല്ലേ വന്നത്, 6 പേരാണല്ലോ വന്നത്, അത്രേ ഉള്ളൂ. And that is your combination. കണ്ടല്ലോ. അപ്പൊ കോമ്പിനേഷന്റെ NCR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻടു n മൈനസ് r ഫാക്ടോറിയൽ. ഇത് n എലമെന്റ്സ് ഉണ്ട്, ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഉണ്ട്, അതിൽ നിന്ന് r അറ്റ് എ ടൈം എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. r അറ്റ് എ ടൈം എടുക്കുക അങ്ങനെയുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. അങ്ങനെയാണെങ്കിൽ എന്താണ്, എത്ര ടൈപ്പ് ഓഫ് രീതിയിൽ നിങ്ങൾക്ക് r എലമെന്റ്സിനെ ചൂസ് ചെയ്യാൻ കഴിയും. ദാറ്റ് ഈസ് NCR. നമുക്കപ്പോ ഫോർമുല കിട്ടി. ഇനി ഇത് വെച്ച് നമ്മുടെ പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. Now we are dealing with some properties of combination. അപ്പോ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പ്രോപ്പർട്ടീസിൽ ആദ്യത്തത് അവർ പറയുന്നത്, പ്രോപ്പർട്ടീസ് 1, NCN
is equal to 1. NCN is equal to 1. NCN equal to 1. അത് മാത്രമല്ല NC0 is also equal to 1. NCN equal to 1. NC0 is equal to 1. അതായത് അത് സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ നോക്കുക, NCN എന്ന് പറയുമ്പോൾ ബൈ ഡെഫിനിഷൻ അയാൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആറിന്റെ സ്ഥാനത്ത് n ആണ് കിടക്കുന്നത്, n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് n ഫാക്ടോറിയൽ. NCRന്റെ ഡെഫിനിഷൻ അനുസരിച്ച് അതാണല്ലോ, which is equal to n factorial divided by n factorial into n minus n. 0 ആണ്, 0 factorial. n factorial n factorial ക്യാൻസൽ ആയി പോവും. അങ്ങനെ അവസാനം 1/1 into 0 factorial 1 ആണ്, therefore 1 തന്നെ. NCN 1 തന്നെ. ഇനി NC0 പറ്റി നോക്കുകയാണെങ്കിൽ NC0 which is equal to n factorial divided by ആറിന്റെ സ്ഥാനത്ത് 0 ആണ്, 0 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് n മൈനസ് 0 ഫാക്ടോറിയൽ, which is equal to n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ 1 ആണ്, n മൈനസ് 0 n തന്നെയാണ് n ഫാക്ടോറിയൽ. n ഉം ക്യാൻസൽ ആയി പോകുന്നു, അവസാനം 1 കിട്ടും. as decided. പ്രൂഫ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ഫോർമുല മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. NCN is equal to NC0 is equal to 1. Now, second property, that is NCR is equal to NCN minus R. 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 അതാണ് അടുത്ത പ്രോപ്പർട്ടി. ഇതും ഭയങ്കര സിമ്പിൾ ആയ ഒരു കാര്യമാണ്. അത് വേണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രൂഫ് ഇമ്പോർട്ടന്റ് അല്ല, വീണ്ടും ഞാൻ പറയുന്നു. NCR എന്ന് പറയുമ്പോൾ എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. സിമ്പിൾ, നമുക്കറിയാവുന്ന കാര്യമാണ്. Now NCR minus 1 എന്ന് പറയുമ്പോൾ NCN minus R എന്ന് പറയുമ്പോൾ NCN minus R എന്ന് പറയുമ്പോൾ which is equal to n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആറിന്റെ സ്ഥാനത്ത് n മൈനസ് ആർ ആണ് കിടക്കുന്നത്, n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ഇയാള് n മൈനസ് ആർ ഫാക്ടോറിയൽ. ആറിന്റെ സ്ഥാനത്ത് കിടക്കുമ്പോൾ n മൈനസ് ആർ ആണ്, അത് ഉപയോഗിക്കണം. which is equal to n factorial divided by n minus r factorial into ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ n minus n plus r എന്ന് വരും ഫാക്ടോറിയൽ. അപ്പൊ n ഉം മൈനസ് n ഉം പോവും, അവസാനം r മാത്രമാവും ബാക്കിയാവുന്നത്. therefore which is equal to, ഞാൻ മാറ്റി എഴുതുകയാണ്, n factorial divided by n minus r factorial into ബാക്കി ഇവിടെ r മാത്രമേ ഉള്ളൂ, therefore r factorial. നോക്കുക, അത് NCRന്റെ ഫോർമുലയായിട്ട് ബന്ധമില്ലേ? നോക്കുക, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ താഴെയുണ്ട്, n മൈനസ് r ഫാക്ടോറിയൽ താഴെയുണ്ട്, അതായത് അത് NCR തന്നെയാണ്. അയാള് NCR തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ NCN മൈനസ് r is equal to NCR തന്നെയാണ്. പ്രൂഫ് നിങ്ങൾ പഠിക്കണ്ട, പക്ഷെ എങ്കിലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഡൺ. നൗ മൂന്നാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് NCR plus NCR plus 1 is equal to n plus 1 CR plus 1. n plus CR plus 1. അപ്പോ അയാളുടെ ഒരു ഫോമാറ്റ് ഒന്ന് നോക്കിക്കൊള്ളുക. NCR, പിന്നെ എന്താണ് അതിന്റെ കൂടെ NCR, പക്ഷെ ആ സഫിക്സ് ഉണ്ടല്ലോ, ആറിന്റെ സ്ഥാനത്ത് R plus 1 എന്നാണ് കൊടുത്തേക്കുന്നത്. ആറിന്റെ സ്ഥാനത്ത് R plus 1 എന്നാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ അത് രണ്ടിന്റെ സം എങ്ങനെയായി മാറും? n plus 1 CR plus 1. n plus 1 CR plus 1. അതായത് n ഒന്നുകൂടി പിന്നെ CR ഈ കൂട്ടത്തിലുള്ള R plus 1 ആയി. ഇതാണ് മാറ്റം വരുന്നത്. ഇതിന്റെ പ്രൂഫ് ഞാനിപ്പോ എന്തായാലും പറയുന്നില്ല, കാരണം ഇച്ചിരി ഇതാണ്, ട്രിക്കിയാണ്. അതുകൊണ്ട് കാൽക്കുലേറ്റ് സോൾവ് ചെയ്യാൻ ഇച്ചിരി ഉണ്ട്. അതുകൊണ്ട് നമ്മളത് പഠിക്കേണ്ടാത്ത കാര്യമായിട്ട് പഠിക്കണ്ട. ഫോർമുല മാത്രം പഠിക്കുക. ദാറ്റ് ഇസ് NCR പ്ലസ് NCR പ്ലസ് 1 is equal to n plus 1 CR plus 1. ഇതാണ് മൂന്ന് പ്രോപ്പർട്ടീസ്.
നമ്മൾ ഇനി പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരം വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോപ്പർട്ടീസ് പറഞ്ഞു തരുന്നത്. ഇതാണ് പ്രോപ്പർട്ടീസ്. NCR പ്ലസ് NCR പ്ലസ് 1 is equal to N plus 1 CR plus 1. N plus 1 CR plus 1. പ്ലസ് 1 ബ്രാക്കറ്റ് ഇടാം. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഓക്കെ, കഴിഞ്ഞു. അപ്പോ കോമ്പിനേഷൻ എന്താണെന്ന് പറഞ്ഞു തന്നു, അയാളുടെ തിയറട്ടിക്കൽ മീനിങ് എന്താണെന്നും കോമ്പിനേഷന്റെ ഫോർമുല എന്താണെന്നും പറഞ്ഞു. അതിനുശേഷം കോമ്പിനേഷന്റെ 3 പ്രോപ്പർട്ടി പറഞ്ഞു. ഇനി നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഏകദേശം നിങ്ങൾക്ക് ഒരു 8 പ്രോബ്ലം ഉണ്ട്. 8 പ്രോബ്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിയും. 8 പ്രോബ്ലം കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിയും. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. Question: if NC8 is equal to NC6, find NC2. If NC8 is equal to NC6, find NC2. അതാണ് ക്വസ്റ്റ്യൻ. അതായത് NC2 കണ്ടുപിടിക്കാൻ എന്നിന്റെ വാല്യൂ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ ഇവിടത്തെ പ്രശ്നം അതാണ്, എന്നിന്റെ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പൊ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള കാര്യം വെച്ചിട്ട് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്നിട്ട് NC2 നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് NC8ന്റെ ഫോർമുല ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അതായത് നമുക്കറിയാം n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r സ്ഥാനത്ത് 8 ആണ്. 8 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 8 ഫാക്ടോറിയൽ. കഴിഞ്ഞു. ഇനി അടുത്ത NC6 എന്ന് പറയുമ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 6 ഫാക്ടോറിയൽ. ആണല്ലോ, കഴിഞ്ഞു. അപ്പോ അതവിടെ എഴുതി. ഇനി നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് NCR is equal to NCN minus R. നമ്മൾ ഇപ്പൊ പഠിച്ച ഒരു പ്രോപ്പർട്ടിയാണ്, നമുക്ക് അറിയാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. NCR is equal to NCN minus R. നമുക്ക് ഈ ഒരു ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. NC8 അപ്ലൈ ചെയ്ത് നോക്കാം. That is NC8 is equal to NCN minus 8. NC8 is equal to NCN minus 8. കണ്ടല്ലോ, NC8 is equal to NCN minus 8. ഇത് ആളുടെ പ്രോപ്പർട്ടിയാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? NC8 is equal to NC6 എന്ന്. NC8 is equal to NC6 എന്ന് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതായത് NC8 is equal to NCN minus 8 അത് നമ്മൾ പ്രോപ്പർട്ടി വെച്ച് കണ്ടുപിടിച്ചതാണ്. പിന്നെ NC8 is equal to NC6 ഗിവൺ ആണ്. അത് ഗിവൺ ആണ്. രണ്ടുപേരുടെയും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. NCN minus 8 is equal to NC6. NCN minus 8 is equal to NC6. അതായത് നിങ്ങൾ നോക്കുക, NCN minus 8 is equal to NC6. അതായത് ഈ സഫിക്സിൽ കിടക്കുന്ന n minus 8 ഉം 6 ഉം ഈക്വൽ ആയിരിക്കണം. n minus 8 ഉം 6 ഉം ഈക്വൽ ആയിരിക്കണം. Therefore n minus 8 is equal to 6. n minus 8 is equal to 6. ഇവിടെ നീ മൈനസ് 8 എപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 8 ആവും. ദാറ്റ് ഇസ് n is equal to 8 plus 6. That is equal to 14. കണ്ടല്ലോ, ഇത്രയും. അപ്പോ എന്നിന്റെ വാല്യൂ ഞാൻ പറഞ്ഞ പോലെ എന്നിന്റെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോ നമ്മൾ ഒന്നും കൂടെ നോക്കാം.
നമുക്ക് NC2 കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ Nന്റെ വാല്യൂ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ NC2 നമ്മൾ പെട്ടെന്ന് കിട്ടും, പ്രശ്നമില്ല. അപ്പൊ ഞാൻ Nന്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. NC8ഉം NC6ഉം എന്താണെന്ന് നമുക്കറിയാം, അയാളെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചു. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയുണ്ട്, അതായത് പ്രോപ്പർട്ടി ഓഫ് എ കോമ്പിനേഷൻ, ദാറ്റ് ഇസ് NCR is equal to NCn-R. NCn-R. അങ്ങനെയാണെങ്കിൽ NC8ന് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ NC8 is equal to NCn-8. NC8 is equal to NCn-8. പക്ഷെ ഗിവൺ ആയിട്ടുള്ള കാര്യം എന്താണ്? NC8 is equal to NC6. അപ്പോ ഇവിടെ രണ്ടുപേരുടെയും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് സൈഡ് ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യുന്നു. ഈ റൈറ്റ് സൈഡില് പ്രിഫിക്സ് n ഈക്വൽ ആണ്, c ഈക്വൽ ആണ്, പിന്നെ എന്താണ് സഫിക്സ് നോക്കുക, n-8 6. അവർ ഈക്വൽ ആകണ്ടേ? ഈക്വൽ ആകണം. Therefore n-8 is equal to 6. Therefore n is equal to 8 plus 6, that is 14. That is 14 done. കഴിഞ്ഞു. അപ്പൊ n-ന്റെ വാല്യൂ കണ്ടുപിടിച്ചു 14. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് NC2 ആയിരുന്നു ക്വസ്റ്റ്യൻ അനുസരിച്ച് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഇസ് n-ന്റെ വാല്യൂ കിട്ടി, ദാറ്റ് ഇസ് 14C2. That is 14C2, which is equal to 14 factorial divided by R factorial, that is 2 factorial into 14 minus 2 factorial. 14 minus 2 factorial, which is equal to 14 factorial divided by 2 factorial into 14 minus 2 is 12, 12 factorial, which is equal to 14 എന്ന് പറയുമ്പോൾ 1 into 2 into 3 into etc. 12 into 13 into 14 ആണ്. 12 into 13 into 14. അപ്പോൾ 12 factorial into 13 into 14. 12 factorial into 13 into 14 divided by 2 factorial into 12 factorial. 2 factorial into 12 factorial. അപ്പോൾ 12 factorial 12 factorial പോയി 2 factorial 2 ആണ്. അപ്പോൾ ബാക്കിയാവുന്നത് 13 into 14 divided by 2. 13 into 14 divided by 2, that is 2ഉം 14ഉം പോയി 7 ആവും. പിന്നെ 13 into 7 ആണ്, that is 7 70 91. That will be 91. അപ്പൊ NC2 എന്ന് പറയുന്നത് 91. NC2 എന്ന് പറയുന്നത് 91 ആണ്. We are done. Okay, NC2 is equal to 91. ഉത്തരം കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിൾ ആയി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ n-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിന്നു. തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കോമ്പിനേഷൻസ് ഉണ്ടാക്കി വാല്യൂ കണ്ടുപിടിച്ചു, n-ന്റെ വാല്യൂ കണ്ടുപിടിച്ചു, പിന്നെ സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ ചെയ്തു. കഴിഞ്ഞു. Now, next question. Question നോക്കിക്കോളാം. A cricket team of 11 players is to be chosen from 15 players. അപ്പൊ നമ്മൾ ക്രിക്കറ്റ് കാണുന്നവർക്ക് അറിയാമായിരിക്കും, ഒരു പർട്ടിക്കുലർ ഇവന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ 15 അംഗ ടീമിനെയാണ് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ആ കൂട്ടത്തിൽ നിന്ന് 11 പേരെ നമുക്ക് ഒരു പർട്ടിക്കുലർ മാച്ചിന് കളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് 11 players ഫോർ ഈച്ച് ടീം എന്നുള്ളതാണ് നിയമം. അപ്പോൾ 11 പേരെ നമുക്ക് കളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 15 പേരിൽ നിന്ന് 11 പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ ടീമിനെ എത്ര രീതിയിൽ ഫോം ചെയ്യിക്കാം? അതായത് 15 പേരിൽ നിന്ന് 11 പേരെ ചൂസ് ചെയ്യുന്നത് എത്ര രീതിയിൽ ചൂസ് ചെയ്യാം? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ടീം ബി ചോസൺ? ഇനി അടുത്ത് ബി. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ ബാറ്റിംഗ് ഓർഡർ ബി ഡിസൈഡഡ്? ബാറ്റിംഗ്, ഇപ്പൊ ഒരു ടീമിനെ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു, 11 പേരുള്ള ടീമിനെ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാറ്റിംഗ് ഓർഡറിനെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഡിസൈഡ് ചെയ്യും? ബാറ്റിംഗ് ഓർഡറിനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഷഫിൾ ചെയ്യിക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ടീം ബി ചോസൺ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ ബാറ്റിംഗ് ഓർഡർ ബി ഡിസൈഡഡ്? അപ്പൊ നമ്മൾ ആൻസറിലേക്ക് പോകുന്നു. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നില്ല, ക്വസ്റ്റ്യൻ നിങ്ങളുടെ PDF നിന്ന് ക്ലിയർ ആണ്. അപ്പോ 15 പേരടങ്ങുന്ന പ്ലെയർ ലിസ്റ്റ് 15 ആണ്. അപ്പൊ ഞാൻ n is equal to 15 എന്ന് എടുക്കുന്നു. അതിൽ നിന്ന് 11 പേരെ നിങ്ങൾ ചൂസ് ചെയ്യണം. R is equal to 11 എന്ന് എടുക്കുന്നു.
അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അനുസരിച്ച് 15 പേരുള്ള ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ നിന്ന് 11 പേരുള്ള ടീമിനെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദാറ്റ് വിൽ ബി NCR. അങ്ങനെയാണല്ലോ, ഗ്രൂപ്പിൽ നിന്ന് ഒരു സബ് ഗ്രൂപ്പിനെ എങ്ങനെ ചൂസ് ചെയ്യാം, എത്രയൊക്കെ രീതി ചൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നല്ലോ. NCR that is equal to 15C11. 15C11 which is equal to 15 factorial divided by R factorial into n minus R factorial, which is equal to 15 factorial into 11 factorial. 15 factorial divided by 11 factorial into 4 factorial. അപ്പോ 15 factorial എന്ന് പറയുമ്പോൾ 11 factorial into 12 into 13 into 14 into 15. The whole divided by 11 factorial into 4 factorial. ഇവിടെ 11 factorial ക്യാൻസൽ ആവും, പിന്നെ 4 factorial ആണ് ഉള്ളത്. അപ്പോൾ അത് 24 ആണ്. 24 12 into 13 into 14 into 15 divided by 4 factorial 24 ആണ്. അപ്പൊ അവിടെ നമ്മള് 12ഉം 24ഉം ഡിവൈഡ് ചെയ്യും, അപ്പൊ താഴെ 2 കിട്ടും. എന്നിട്ട് 2ഉം 14ഉം ഡിവൈഡ് ചെയ്യും, 7 കിട്ടും. Therefore we will get 13 into 7 into 15. 13 into 7 into 15, that is 91 into 15. 91 into 15. That will be something like 1, 3, 6, 5 ways. അതായത് 15 ടീമിൽ നിന്ന് 3 പേരടങ്ങുന്ന എന്താണ് 3 പേരടങ്ങുന്ന 11 പേരടങ്ങുന്ന 15 ടീമിൽ നിന്ന് 11 പേരടങ്ങുന്ന ഒരു ബാച്ച് ടീം എങ്ങനെ ഉണ്ടാക്കാം? 1365 വഴികളിൽ ഉണ്ടാക്കാം. 1365 ടീമുകൾ ഉണ്ടാക്കാം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. NCR 15C11 that is equal to 1, 3, 6, 5. Now for the next question, that is B. അതായത് ബാറ്റിംഗ് ഓർഡർ 11 പേരടങ്ങുന്ന ടീമിലെ ബാറ്റിംഗ് ഓർഡർ എങ്ങനെ തീരുമാനിക്കാം, അതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു തരത്തിൽ പെർമ്യൂട്ടേഷൻ ആണ് കേട്ടോ. പെർമ്യൂട്ടേഷൻ 11 അടങ്ങ ഒരു മാച്ച് എടുത്തു, അതില് ഒരു മാച്ചിൽ നിങ്ങൾ 11 പേരെ ചൂസ് ചെയ്തെന്ന് വിചാരിക്കാം. എന്നിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? എനിക്ക് ഇവരുടെ എന്താണ് ബാറ്റിംഗ് ഓർഡർ, ഏതൊക്കെ രീതിയിൽ ബാറ്റിംഗ് ഓർഡർ ചെയ്യാന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ബാറ്റിംഗ് ഓർഡറിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ ഒരാളെ ബാറ്റിങ്ങിന് ഇറക്കണമല്ലോ. അപ്പൊ 11 പേരുണ്ട്. നമുക്ക് 11 പേരിൽ ആരെ വേണോ ഇറക്കാമല്ലോ, ഫസ്റ്റ് ബാറ്റിംഗ് പൊസിഷനിൽ ഇറക്കാം. അപ്പൊ ഫസ്റ്റ് ബാറ്റിംഗ് പൊസിഷന്റെ പോസിബിലിറ്റി 11 പേരെ നമുക്ക് കളിക്കാനായിട്ട് ഇറക്കാം. 11 പേര്. അപ്പൊ ഒരാള് ഫസ്റ്റ് ബാറ്റിംഗ് പൊസിഷനിൽ ഇറങ്ങി. നൗ സെക്കൻഡ് ബാറ്റിംഗ് പൊസിഷനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ബാറ്റിംഗ് പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആദ്യം ഇപ്പൊ ഇറക്കിയ ഒരാളില്ലേ, അയാളെ ഇറക്കാൻ പറ്റൂലല്ലോ, പറ്റില്ല. അപ്പൊ ഒരാള് ഫസ്റ്റ് ബാറ്റിംഗ് പൊസിഷനിൽ പോയി, ആളെ ഇനി ഇറക്കാൻ പറ്റത്തില്ല. ഇനി ബാക്കിയുള്ളത് ഒരാൾ പോയി. ഇനി ബാക്കിയുള്ളത് 10 പേര്. അപ്പൊ രണ്ടാമത്തെ ബാറ്റിംഗ് പൊസിഷന്റെ പോസിബിലിറ്റി 10. ഇനി മൂന്നാമത്തെ ബാറ്റിംഗ് പൊസിഷൻ, ആദ്യം ഇറക്കിയ 2 പേരെ ഇനി ഇറക്കാൻ പറ്റൂലല്ലോ, അതായത് 2 പോസിബിലിറ്റി പോയി. അപ്പൊ ഇനി ബാക്കി 9 പേരേ ഉള്ളൂ. അടുത്തിനി 9 പേരെ ഇറക്കാം. എവിടെ? മൂന്നാമത്തെ പൊസിഷനിൽ 9 പേരെ ഇറക്കാം. സിമിലർലി ഇങ്ങനെ പ്രൊസീഡ് ചെയ്യും. അടുത്തതിൽ 8 പോസിബിലിറ്റി, അടുത്തതിൽ 7 പോസിബിലിറ്റി, അങ്ങനെ 11 സെക്ഷൻ ആണേ ഉള്ളത്. 11 സെക്ഷനും 11 ആൾക്കാരും. അവസാനം 11ാമത്തെ പോസിബിലിറ്റി ആയിട്ട് 1 മാത്രം. 11 പേരുണ്ട്, 11 പ്ലേസും ഉണ്ട്. 11 പേരുണ്ട്, 11 പ്ലേസും ഉണ്ട്. അപ്പൊ 11 × 10 × 9 × 8 × 7 × etc. 1, അതായത് 1 × 2 × 3 × etc. up to 11. That is equal to 11 factorial ways. അത്രയും രീതിയിൽ നിങ്ങൾക്ക് ബാറ്റിംഗ് ഓർഡറിന് തീരുമാനിക്കാം. 11 ഫാക്ടോറിയൽ വലിയൊരു നമ്പർ ആണ്, അത് എഴുതണ്ട. അതായത് നിങ്ങളുടെ NPR
അതായത് നമ്പർ ഓഫ് അവൈലബിൾ ഒബ്ജക്ട്സ് അവരെ നിങ്ങൾ എന്താണ് ഓർഡറിൽ എഴുതേണ്ടത് ആർ പ്ലേസിൽ. ഇവിടെ 11 ഒബ്ജക്റ്റും നിങ്ങൾക്ക് എന്താണ് 11 പ്ലേസുമാണുള്ളത്. 11 ആൾക്കാരും 11 പ്ലേസുമാണുള്ളത്. Therefore 11p11. Therefore 11p11. That is equal to 11 factorial divided by 11 minus 11 factorial. That is equal to 11 factorial divided by 0 factorial. That is equal to 11 factorial itself. കഴിഞ്ഞു. ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പെർമ്യൂട്ടേഷൻ ആണ് വരുന്നത്, കോമ്പിനേഷൻ അല്ല. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ അത് പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റണം. പെർമ്യൂട്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ n ആൾക്കാരുണ്ട്, അയാൾ r പ്ലേസിൽ നിങ്ങൾക്ക് അടുക്കി എഴുതണം. ഓർഡർ അവിടെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ npr. ഇനി അതേസമയം n ഒബ്ജക്റ്റ് ഉള്ളതിൽ നിന്ന് നിങ്ങൾക്ക് r അറ്റ് എ ടൈം ചൂസ് ചെയ്യണം. ഓർഡർ ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ ncr. ഇതാണ് രണ്ട് ആൻസേഴ്സ്. കഴിഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ ആ പ്രോബ്ലം. Now നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്, in how many ways a committee of 5 members consisting of 3 men and 2 ladies can be selected from 6 men and 5 ladies. അതായത് നിങ്ങൾക്ക് 5 മെമ്പർ ഉള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാം. ആ കമ്മിറ്റിയിലേക്ക് 3 മെന്നിനെയും 2 ലേഡീസിനെയും സെലക്ട് ചെയ്യണം. പക്ഷേ ആ കമ്മിറ്റി മെമ്പർ ആവാൻ 6 മെന്നും 5 ലേഡീസും അവൈലബിൾ ആണ്. 6 മെന്നും 5 ലേഡീസും അവൈലബിൾ ആണ്. അതിൽ 6 മെന്നിൽ നിന്ന് 3 മെന്നിനെ കമ്മിറ്റിയിൽ കൊണ്ടുപോകണം. 5 ലേഡീസിൽ നിന്ന് 2 ലേഡീസിനെ കമ്മിറ്റിയിൽ കൊണ്ടുപോകണം. അങ്ങനെ 5 പേരുള്ള കമ്മിറ്റി ഉണ്ടാക്കണം. 5 പേരുള്ള കമ്മിറ്റി ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 5 മെമ്പർ കമ്മിറ്റി ഉണ്ടാക്കണം. 5 മെമ്പർ കമ്മിറ്റി consisting of 3 men and 2 ladies. 3 men and 2 ladies. 3 മെന്നിനെ ചൂസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് 6 മെൻ അവൈലബിൾ ആണ്. ആ കൂട്ടത്തിൽ നിന്ന് 3 മെന്നിനെ ചൂസ് ചെയ്യണം. അതേപോലെ 5 ലേഡീസ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് 2 ലേഡീസിനെ ചൂസ് ചെയ്യണം. 6 മെന്നിൽ നിന്ന് 3 മെന്നിനെ ചൂസ് ചെയ്യണം. 5 ലേഡീസിൽ നിന്ന് 2 ലേഡീസിനെ ചൂസ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 5 മെമ്പർ അടങ്ങുന്ന കമ്മിറ്റി ഉണ്ടാക്കുന്നത്. Therefore, number of ways in which 3 men can be chosen from 6 men. 6 ആണുങ്ങളിൽ നിന്ന് 3 പേരെ എങ്ങനെ ചൂസ് ചെയ്യണം? സിമ്പിൾ. NCR 6C3 6 6 പേരുണ്ട്. അതിൽ നിന്ന് 3 പേരെ ഏതൊക്കെ രീതി ചൂസ് ചെയ്യാം? 6C3 which is equal to 6 factorial divided by 3 factorial into 6 minus 3 factorial, which is equal to 6 factorial divided by 3 factorial into 3 factorial. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 into 5 എന്ന് വരും. 4 into 5 എന്ന് വരും, which is equal to 20. അതായത് 6 മെന്നിൽ നിന്ന് 3 മെന്നിനെ അറ്റ് എ ടൈം ചൂസ് ചെയ്യണമെങ്കിൽ 20 വഴിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും. 20 ഡിഫറെന്റ് വേസിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയും. നൗ സിമിലർലി അടുത്ത ലേഡീസിനെ ചൂസ് ചെയ്യണം. number of ways in which 2 ladies can be chosen from
5 ladies. 5 ladies. കണ്ടല്ല, 2 ലേഡീസിന് 5 ലേഡീസിൽ നിന്ന് എങ്ങനെ ചൂസ് ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. 5C2. 5C2. That is equal to 5 factorial divided by 2 factorial into 5 minus 2 factorial, which is equal to 5 factorial divided by 2 factorial into 3 factorial. That is equal to 2 into 5 കിട്ടും. കാൽക്കുലേറ്റ് ചെയ്യുക, കാൽക്കുലേറ്റർ ഉണ്ട്, അത് 10 കിട്ടും. 10 number of ways. 10 number of ways. കണ്ടല്ലോ. അപ്പോ 5 പേരടങ്ങുന്ന കമ്മിറ്റി ഉണ്ടാക്കാനായിരുന്നു. അതില് 3 മെൻ വേണമായിരുന്നു. 3 മെന്നിനെ നമുക്ക് 20 വഴികളിലൂടെ ചൂസ് ചെയ്യാം. 2 ലേഡീസിനെ 10 വഴികളിലൂടെ ചൂസ് ചെയ്യാം. 10 രീതിയിൽ ചൂസ് ചെയ്യാം. Therefore number of ways in which 5-member committee can be formed. 5-member committee ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫോം ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം മെന്നിനെ ഫോം ചെയ്യുന്നത് 20 വഴികളിലൂടെ ആൻഡ് ലേഡീസിനെ 10. Therefore 20 into 10, that is 200 number of ways. 200 number of ways. കഴിഞ്ഞു. 200 രീതിയിൽ നിങ്ങൾക്ക് ഇവരെയൊക്കെ വെച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കാം. 200 number of ways നിങ്ങൾക്ക് ഇവരെയൊക്കെ വെച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കാം. കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ആ ഒരു പ്രത്യേകം നിങ്ങൾ നോക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. പക്ഷെ അതിൽ 3 പേർ മെന്നായിരിക്കണം. 6 മെന്നുള്ളതിൽ 3 പേർ മെന്നായിരിക്കണം. അടുത്ത എന്താണ്, 2 പേർ ലേഡീസ് ആയിരിക്കണം. ഓൾറെഡി 5 ലേഡീസ് ഉണ്ട്. അപ്പോ ഇവരെല്ലാം സെപ്പറേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചതാണ്. ഇവരെല്ലാരെയും സെപ്പറേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. അപ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടി? 5-member കമ്മിറ്റിയിലേക്ക് വേണ്ട ആൾക്കാരെ കിട്ടി. 5-member കമ്മിറ്റിയിലേക്ക് വേണ്ട ആൾക്കാരെ കിട്ടി. വി ആർ ഡൺ. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. A question paper has 12 questions divided into part A and part B. നമ്മളത് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. അവിടെ എപ്പോഴും ഉള്ള ഒരു പരിപാടിയാണത്. ക്വസ്റ്റ്യൻ പേപ്പറിനെ 10 ക്വസ്റ്റ്യൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് എയും പാർട്ട് ബി. 12 ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതേസമയം പാർട്ട് എയില് 7 ക്വസ്റ്റ്യൻസും പാർട്ട് ബിയില് 5 ക്വസ്റ്റ്യൻസും ആണ് ഉള്ളത്. ഒരു കാൻഡിഡേറ്റ് 8 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. Candidate is required to attempt 8 questions. ഈ 8 ക്വസ്റ്റ്യൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പാർട്ടിൽ നിന്ന് കുറഞ്ഞത് 3 എണ്ണമെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് 3. 3യിൽ കുറയാൻ പാടില്ല. അപ്പൊ 12 ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ കയ്യിൽ ഇൻ ടോട്ടൽ ഉള്ളത്. പാർട്ട് എ പാർട്ട് ബി ഉണ്ട്. അതിൽ പാർട്ട് എയിൽ 7 ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിൽ 5 ക്വസ്റ്റ്യൻ. സ്റ്റുഡന്റ് 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 8 ക്വസ്റ്റ്യൻ അയാൾ അറ്റൻഡ് ചെയ്യണം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. എ പാർട്ടിൽ നിന്നും ബി പാർട്ടിൽ നിന്നും കുറഞ്ഞത് 3 ക്വസ്റ്റ്യൻ എങ്കിലും അറ്റ് എ ടൈം ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മെനി വേസ് ഹി ക്യാൻ സെലക്ട് ദ ക്വസ്റ്റ്യൻ? അതാണ് ഇവിടെ നമ്മുടെ ചോദ്യം. ഇൻ ഹൗ മെനി വേസ് ഹി ക്യാൻ സെലക്ട് ദ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണെന്ന് കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഇൻ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത് 12 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 12 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 12 ക്വസ്റ്റ്യനെ എ പാർട്ട് എന്നും ബി പാർട്ട് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എ പാർട്ടില് 7 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ബി പാർട്ടില് 5 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ആണ് ഉള്ളത്. ഇൻ ടോട്ടൽ ഒരു അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഇൻ ടോട്ടൽ അയാൾ 8 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? 3ൽ കുറയാൻ പാടില്ല. അതായത് എ പാർട്ടിയിൽ നിന്നും ബി പാർട്ടിയിൽ നിന്നും കുറഞ്ഞത് 3 ക്വസ്റ്റ്യൻ വീതമെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കണം. ശരി, അപ്പൊ എ പാർട്ടിയിൽ നിന്ന് 3 ക്വസ്റ്റ്യനെ അയാൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഇൻ ടോട്ടൽ 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം കേട്ടോ. അപ്പൊ 3 ക്വസ്റ്റ്യൻ ഇവിടെ അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി 5 ക്വസ്റ്റ്യൻ ഇവിടെ നിന്നായിരിക്കണം.
ബാക്കി 5 ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് അയക്കണം. ആണല്ലോ, 3 + 5 8 ആണ്. ഇനി ശരി, എ പാർട്ടിൽ നിന്ന് അയാൾ 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമായിരുന്നു, 4 ക്വസ്റ്റ്യൻ ഇവിടെ. അങ്ങനെയാണെങ്കിൽ ബാക്കി 4 ബി പാർട്ടിയിൽ നിന്നായിരിക്കണം അയാൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി അടുത്ത് ഇവിടെ നിന്ന് എ പാർട്ടിൽ നിന്ന് ഇനി അടുത്ത അയാൾ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമായിരുന്നു, ബാക്കി 3 ക്വസ്റ്റ്യൻ ഉണ്ട്. 3 ക്വസ്റ്റ്യൻ അയാൾ ബി പാർട്ടിൽ നിന്നാവണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി അടുത്ത് ഇവിടെ നിന്ന് 6 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ബാക്കി ഇവിടെ എന്താണ്, 8 തികയ്ക്കാൻ 2 ക്വസ്റ്റ്യൻ മതി. 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ ബി പാർട്ടില് നമ്മൾ കുറഞ്ഞത് 3 ക്വസ്റ്റ്യൻ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അവസാനം ഇപ്പൊ പറഞ്ഞ പോസിബിലിറ്റി നടക്കൂല. അതായത് എ പാർട്ടിൽ ഇനി 6 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 8 തികയ്ക്കാൻ ബിയിൽ നിന്ന് 2 അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ. പക്ഷേ എന്താണ്, നമുക്ക് 2 പാർട്ടിൽ നിന്നും എന്താണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 3-ൽ കുറയാൻ പാടില്ല, 3-ൽ താഴാൻ പാടില്ല. 3 ക്വസ്റ്റ്യൻ എങ്കിലും ഒരു പാർട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പൊ പിന്നെ ഇനിയുള്ള പോസിബിലിറ്റി നടക്കൂല. അപ്പൊ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി. അതായത് 3 പേര് എ പാർട്ടിൽ നിന്ന് 3 ക്വസ്റ്റ്യനും ബി പാർട്ടിൽ നിന്ന് 5 ക്വസ്റ്റ്യനും സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എ പാർട്ടിൽ നിന്ന് 4, ബി പാർട്ടിൽ നിന്ന് 4, എ പാർട്ടിൽ നിന്ന് 5, ബി പാർട്ടിൽ നിന്ന് 3. ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ. അതായത് ഈ ഒരു പർട്ടിക്കുലർ കേസില് 7 ക്വസ്റ്റ്യനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തു. 7 ക്വസ്റ്റ്യനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തു. ദാറ്റ് ഇസ് 7C3 ഇൻറ്റു ഇവിടെ 5 ക്വസ്റ്റ്യനിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തു. ദാറ്റ് ഇസ് 5C5 കഴിഞ്ഞു. ഇതാണ് ഈ ഒരു കൈൻഡ് ഓഫ് കോമ്പിനേഷൻ വരാനുള്ള സാധ്യത. ഇനി അടുത്ത് 7 ക്വസ്റ്റ്യനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു. ദാറ്റ് ഇസ് 7C4 ഇൻറ്റു 5 ക്വസ്റ്റ്യനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. ദാറ്റ് ഇസ് 5C4. ഫൈനലി 7 ക്വസ്റ്റ്യനിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. ദാറ്റ് ഇസ് 7C5 ഇൻറ്റു 5 ക്വസ്റ്റ്യനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. ദാറ്റ് ഇസ് 5C3. കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ചെയ്തത് നോക്കുക. നമ്മൾ ചെയ്തത് വളരെ വ്യക്തമായിട്ട് ചെയ്തതാണ്. 12 ക്വസ്റ്റ്യൻ ഇൻ ടോട്ടൽ നിങ്ങളുടെ കയ്യിലുണ്ട്. എ പാർട്ടിൽ 7 ക്വസ്റ്റ്യനും ബി പാർട്ടിൽ 5 ക്വസ്റ്റ്യനും. നമുക്ക് ഇൻ ടോട്ടൽ 8 പേരെ സെലക്ട് ചെയ്യണം. 8 എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. 8 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. ജസ്റ്റ് എ സെക്കൻഡ്. അപ്പോ നമ്മള് 7 ക്വസ്റ്റ്യനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുന്ന 7C3 വേസ്. ബാക്കി 5 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനെ 5 ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യണം. therefore 5C5. then 4 questions from 7 questions, that is 7C4. പിന്നെ ബാക്കി 4 questions ബിയിൽ നിന്ന് 5 questions നിന്ന് ചൂസ് ചെയ്യണം. therefore 5C4. and 5 ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻ നിന്ന് ചൂസ് ചെയ്യണം. therefore 7C5. പിന്നെ അടുത്ത ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ നിന്ന് ചൂസ് ചെയ്യണം. therefore 5C3. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഓരോരുത്തരെയും കാൽക്കുലേറ്റ് ചെയ്യാം. 7C3 is equal to 7 factorial divided by 3 factorial into 7 minus 3 factorial into 5C5 എന്ന് പറയുന്നത് 1 ആണ്. നിങ്ങൾ NCN എന്ന് പറയുന്നത് 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടി ഓഫ് കോമ്പിനേഷൻ. that will be 1. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എഴുതുന്നില്ല. അത് പ്രോപ്പർട്ടിയിലുള്ള കാര്യമാണ്. NCN is equal to 1. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. 7 factorial divided by 3 factorial into 7 minus 3 എന്ന് പറയുമ്പോൾ 4 factorial ആണ്. 4 factorial. 7 factorial divided by 3 factorial into 4 factorial. ഇയാളെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 into 6 into 7 divided by 3 factorial, that is 6 എന്ന് കിട്ടും. അപ്പോൾ 6ഉം 6ഉം ക്യാൻസൽ ആയി 5 into 7 എന്ന് പറയുമ്പോൾ 35 കിട്ടും. 35. അപ്പോ ആദ്യത്തെ ആ ഒരു ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ, അതായത് 3 ക്വസ്റ്റ്യൻ ഫ്രം എ പാർട്ട്, 5 ക്വസ്റ്റ്യൻ ഫ്രം ബി പാർട്ട് ചൂസ് ചെയ്യുന്നത് 35 വഴികളിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 35 വഴികളിൽ. നൗ രണ്ടാമത്തത്, അതായത് 7C4 into 5C4. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നു. 7 factorial divided by 4 factorial into
7 minus 4 factorial multiplied with the 5 factorial divided by 4 factorial into 5 minus 4 factorial, which is equal to 7 factorial divided by 4 factorial by 7 minus 4 factorial 7c3. നിങ്ങൾക്ക് ഈ സി ഉണ്ടല്ലോ, ഈ സിയുടെ കാര്യം നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ തന്നെ നോക്കാം. കാൽക്കുലേറ്റർ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് കോമ്പിനേഷൻ നോക്കാനുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ ആർക്കെങ്കിലും അത് നോക്കാൻ അറിയത്തില്ല, അത് പറഞ്ഞു തരണമെങ്കിൽ കൊണ്ടുവന്നാൽ മതി. കാൽക്കുലേറ്ററിൽ ആ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. 7 factorial divided by 4 factorial into 7 minus 4 factorial എന്ന് പറയുമ്പോൾ 35 കിട്ടും. 35 5 factorial divided by 4 factorial into 5 minus 4 factorial എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 35 into 5 that is 140 and 175 140 into 175 ആണ് അയാളുടെ ആൻസർ. 175 and finally അവസാനത്തെ ആള് ഒരു ഓർഡറിലല്ല വന്നത്, ഒന്ന് നോക്കിക്കൊള്ളുക. That is 7 factorial divided by 7 factorial divided by 5 factorial into 7 minus 5 factorial divided by 5 factorial divided by 3 factorial into 5 minus 3 factorial, which is equal to 7 factorial divided by 5 factorial is equal to 3 into 7 into 5 factorial divided by 3 factorial എന്ന് പറയുമ്പോൾ 4 into 5 ആണ്. That is 2 into 5. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കിട്ടും, കുഴപ്പമില്ല. അപ്പോൾ ഇത് നേരെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. That is 21 into 10 210 ബേസ്. അതായത് എ പാർട്ടിൽ നിന്ന് 5 ക്വസ്റ്റ്യനും ബി പാർട്ടിൽ നിന്ന് 3 ക്വസ്റ്റ്യനും എഴുതുന്നത് 210 വഴികളിൽ നിങ്ങൾക്ക് എഴുതാം. അതായത് ആദ്യം എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ടിൽ നിന്ന് 3 ക്വസ്റ്റ്യനും ബി പാർട്ടിൽ നിന്ന് 5 ക്വസ്റ്റ്യനും 35 വഴികളിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എ പാർട്ടിൽ നിന്ന് 4 ക്വസ്റ്റ്യനും ബി പാർട്ടിൽ നിന്ന് 4 ക്വസ്റ്റ്യനും 175 വഴികളിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് എ പാർട്ടിൽ നിന്ന് എന്താണ് 5 ക്വസ്റ്റ്യനും ബി പാർട്ടിൽ നിന്ന് 3 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് 210 വഴികളിൽ ചൂസ് ചെയ്യാം. Therefore number of total ways എന്ന് പറയുമ്പോൾ ആദ്യം 35, രണ്ടാമത്തെ കോമ്പിനേഷന് 175, മൂന്നാമത്തെ കോമ്പിനേഷന് 210, അങ്ങനെ ഇൻ ടോട്ടൽ 420 വേസിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 420 വേസിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഡൺ. നമ്പർ ഓഫ് ടോട്ടൽ വേസ് 420 വേസ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ആൻസർ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. അത് ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തിരി റിയൽ ലൈഫുമായിട്ടൊക്കെ കുറച്ചുകൂടെ ബന്ധമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം നമ്മൾ കൂടുതൽ ചെയ്യുന്നതാണല്ലോ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A polygon has 27 diagonals. Then find the number of sides. A polygon has 27 diagonals. Find the number of sides. ഈ പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ട്രയാങ്കിൾ, സ്ക്വയർ, പിന്നെ അതിനുശേഷം പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ എന്ന് പറഞ്ഞ സൈഡിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ പോളിഗൺ. നിങ്ങൾക്കറിയാം, സ്ക്വയർ, ട്രയാങ്കിൾ എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങളിപ്പോ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് വേർട്ടിസസിന്റെ എണ്ണം 3 ആണ്. നമ്പർ ഓഫ് സൈഡ്സ് 3 ആണ്. ഇനി നമുക്ക് ഒരു സൈഡിനെയും ഒരു വെർട്ടിസസിനെയും മറ്റൊരു വെർട്ടെക്സുമായിട്ട് ജോയിൻ ചെയ്യാനൊന്നും പറ്റില്ല. ഈ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഒരു പർട്ടിക്കുലർ കോർണർ ആണ്, കോർണർ. അപ്പൊ ഇത് വെർട്ടെക്സ് 3 സൈഡും. ഇനി ഇവിടെ ഡയഗണൽ പോസിബിൾ അല്ല. അപ്പൊ ഡയഗണൽ എന്ന് പറയുന്നത് 0 ആണ്. ഡയഗണൽ 0 ആണ്. ഇനി അതേസമയം സ്ക്വയറിനെ എടുക്കുകയാണെങ്കിൽ സ്ക്വയർ എന്ന് പറയണ്ട, റെക്ടാങ്കിൾ, വാട്ടെവർ ഇറ്റ് ഈസ്, ക്വാഡ്രിലാറ്ററൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ക്വാഡ്രിലാറ്ററൽ ആ പേരൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ക്വാഡ്രിലാറ്ററൽ
ഇതില് നമ്പർ ഓഫ് വേർട്ടീസസ് നിങ്ങൾക്ക് ആ കോർണർ അറിയാം, 4 കോർണർ ഉണ്ട്. നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ നമ്പർ ഓഫ് ഡയഗണൽസ് പോസിബിൾ ആണ്. ഡയഗണൽ എന്ന് പറയുന്നത് ഇയാളും ഇയാളും ഡയഗണൽ. ഡയഗണൽ എന്ന് പറയുമ്പോൾ 2 ഡയഗണൽ. അപ്പൊ സോ നിങ്ങൾക്ക് ഏതൊരു പോളിഗൺ വേണമെങ്കിലും എടുക്കാം. നെവർ മൈൻഡ്. നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു പോളിഗണിന് 27 ഡയഗണലുണ്ട്. ഒരു പോളിഗണിന് 27 ഡയഗണലുണ്ട്. നമ്മള് അയാളുടെ എത്ര സൈഡ് ഉണ്ട്, അയാൾക്ക് എത്ര സൈഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. 27 ഡയഗണലുണ്ട്. അയാളുടെ നമ്പർ ഓഫ് സൈഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ കൂടുതൽ എക്സാമ്പിൾ നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു സൈഡ് കൂടെ കൂട്ടാം. അപ്പൊ 4 സൈഡ് ആയില്ല, 5 സൈഡ് ഉള്ളത് കൂട്ടാം. അതായത് നമ്മുടെ പെന്റഗൺ. കണ്ടല്ലോ. അപ്പൊ പെന്റഗണിന്റെ ഡയഗണൽസ് നോക്കുമ്പോ 1 2 3 4 5. 1 2 1 2 3 4. ഓക്കെ, 1 2 വേർട്ടിസസ് എന്ന് പറയുമ്പോൾ 5 ആണ്. സൈഡ്സ് എന്ന് പറയുമ്പോഴും 5 സൈഡാണ്. 5 സൈഡും 5 വെർട്ടെക്സ്. 1 2 3 4 5. 5 സൈഡും 5 വെർട്ടെക്സും. അതിനുശേഷം നമ്പർ ഓഫ് ഡയഗണൽസ് ആണ് 1 2 3 4 5. ഡയഗണൽസ് 5. ഡയഗണൽസും 5. അപ്പൊ ഇങ്ങനെ ഡയഗണലിന്റെ എണ്ണം 27 ആവണം. ഇതിനകത്ത് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. ആദ്യം 3 സൈഡ് ഉണ്ടപ്പോ 0 ഡയഗണൽ, 4 സൈഡ് ഉണ്ടപ്പോ 2, 5 സൈഡ് ഉണ്ടപ്പോ 5. ഇനി അടുത്ത് കൂടിക്കൊണ്ടിരിക്കാം. അതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. അപ്പൊ ഡയഗണലിന്റെ എണ്ണം 27 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സൈഡിന്റെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സൈഡിന്റെ എണ്ണം എത്ര? ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫാക്ട് ആണ് അവർ പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആദ്യം തന്നെ തുടങ്ങുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫാക്ട് വെച്ചിട്ടാണ്. അതായത് ഒരു എൻ സൈഡഡ് പോളിഗണിന് n വെർട്ടിസസ് കാണും. അത് നമ്മൾ കണ്ടു. ട്രയാങ്കിളിന് 3 സൈഡും 3 വെർട്ടെക്സും, സ്ക്വയറിന് 4 സൈഡും 4 വെർട്ടെക്സും, പെന്റഗണിന് 4 സൈഡും 4 വെർട്ടെക്സും. അപ്പോ ഒരു എൻ സൈഡഡ് പോളിഗണിന് n വെർട്ടെക്സ് കാണും, ഉറപ്പാണ്. 2 വെർട്ടെക്സുകളെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ കിട്ടുന്നത് ഒരു ഡയഗണലോ അല്ലെങ്കിൽ ഒരു സൈഡോ ആയിരിക്കും. 2 വെർട്ടെക്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ വെർട്ടെക്സുകളുണ്ട്, n വെർട്ടിസസുകളുണ്ട്. ആ n വെർട്ടിസസില് 2 വെർട്ടിസസുകളെ പെട്ടെന്ന് ചൂസ് ചെയ്യുക, എന്നിട്ട് അവരെ തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സൈഡോ അല്ലെങ്കിൽ ഒരു ഡയഗണലോ ആയിരിക്കാം. സ്ക്വയറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ 2 വെർട്ടെക്സുകളെ തമ്മിൽ നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഒരു സൈഡാണ്. പക്ഷെ ഈ വെർട്ടെക്സും ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയത് ഡയഗണലാണ്. ഈ വെർട്ടെക്സും ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഡയഗണലാണ്. അപ്പോ അവർ ആദ്യമേ പറയുന്നതാണ് n-sided polygon has n vertices. n vertices. n side ഉണ്ടെങ്കിൽ അയാൾക്ക് n vertices കാണും. Okay. When 2 vertices are joined, if 2 vertices are joined, we get either a side or a diagonal. ഒന്നുകിൽ കിട്ടുന്ന ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു ഡയഗണൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പെട്ടെന്ന് 2 വെർട്ടിസസുകൾ ചൂസ് ചെയ്യുക. അതായത് n വെർട്ടെക്സ് ഉള്ളതിൽ 2 വെർട്ടെക്സിനെ ചൂസ് ചെയ്യുക. n വെർട്ടെക്സ് ഉള്ളതിൽ 2 വെർട്ടെക്സിനെ ചൂസ് ചെയ്യുക. അതായത് that is NC2 number of sides plus diagonal. അതായത് n വെർട്ടിസസ് ഉണ്ട്. ആ n വെർട്ടിസസിൽ 2 at a time ജോയിൻ ചെയ്താൽ
2 at a time ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സൈഡ് അല്ലെങ്കിൽ ഡയഗണൽ കിട്ടും. അതായത് സൈഡിന്റെയും ഡയഗണലിന്റെയും കൂടെ എണ്ണം, സൈഡിന്റെയും ഡയഗണലിന്റെയും കൂടെ എണ്ണം, അതായത് സൈഡിന്റെയും ഡയഗണലിന്റെയും കൂടെ സം എന്ന് പറയുന്നത് NC2 ആണ്. സൈഡിന്റെയും ഡയഗണലിന്റെയും കൂടെ സം എന്ന് പറയുന്നത് NC2 ആണ്. ദാറ്റ് ഇസ് NC2 നമ്പർ ഓഫ് സൈഡ്സ് പ്ലസ് ഡയഗണൽ. NC2 നമ്പർ ഓഫ് സൈഡ്സ് പ്ലസ് ഡയഗണൽ. Therefore സൈഡിന്റെ എണ്ണം നമുക്കറിയാം, സൈഡിന്റെ എണ്ണം അറിയാം. Therefore number of diagonals എന്ന് പറയുന്നത് NC2 സൈഡ് പ്ലസ് ഡയഗണൽ ആണ്. ആ കൂട്ടത്തിൽ നിന്ന് സൈഡുകളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡയഗണൽ കിട്ടും. സൈഡുകളുടെ എണ്ണം എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. n സൈഡ് പോളിഗണിന് n വെർട്ടിസസ് കാണും. അപ്പൊ n വെർട്ടിസസ് ഉള്ള പോളിഗണിന് n സൈഡ് ആയിരിക്കും. അപ്പൊ NC2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ് പ്ലസ് ഡയഗണൽ ആണ്. ആ കൂട്ടത്തിൽ നിന്ന് സൈഡുകളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ഡയഗണൽസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്തത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് പറയുന്നത് 27 ആണ്. 27. NC2 കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ദാറ്റ് ഇസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ. മൈനസ് n എഴുതി. ഇനി അടുത്ത് ഈ n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 into 2 into 3 into etc into 1 into 2 into 3 into etc into n minus 2 into n minus 1 into n വരെയുള്ള മൾട്ടിപ്പിൾ ആണല്ലോ n ഫാക്ടോറിയൽ. അപ്പൊ 1 into 2 into 3 into etc into n minus 2 into n minus 1 into n ഡിവൈഡഡ് ബൈ താഴെ n minus 2 ഫാക്ടോറിയൽ, പിന്നെ 2 ഫാക്ടോറിയൽ ഉണ്ട്, അയാൾ 2 തന്നെ, അയാളെ മാറ്റുന്നില്ല n. ഇനി നിങ്ങൾ നോക്കുക 1 into 2 into 3 into etc n minus 2 വരെയുള്ള പ്രോഡക്റ്റ്, അത് n minus 2 ഫാക്ടോറിയൽ ആണ്. n minus 2 വരെയുള്ള പ്രോഡക്റ്റ്. പിന്നെ ബാക്കി ഉണ്ടാവുന്നത് n minus 1 into n divided by n minus 2 factorial. കൂടെ 2 ഫാക്ടോറിയൽ ഉണ്ട്, 2 മൈനസ് n. അപ്പൊ n minus 2 n minus 2 ഫാക്ടോറിയലും ക്യാൻസൽ ആയി പോകും. ബാക്കി ഉണ്ടാവുന്നത് n minus 1 into n by 2 ആണ്. n minus 1 into n by 2 അയാൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n square minus n by 2 is equal to അല്ല മൈനസ് n. അപ്പൊ ഇയാൾ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n square minus n minus 2n divided by 2 is equal to 27. Which is equal to 2 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 2 into 27 എന്നാവും. ഇവിടെ n square minus 3n എന്നാവും. That is 54. That is 54 is equal to n square minus 3n എന്നാവും. 54 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ n square minus 3n minus 54 is equal to 0. n square minus 3n minus 54 is equal to 0. അത് കിട്ടി. അപ്പോ ഇയാളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് n is equal to minus b plus or minus root of b square minus 4ac by 2a. ഇതിൽ a എന്ന് പറയുന്നത് n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, b എന്ന് പറയുന്നത് n ന്റെ കോഎഫിഷ്യന്റ്, c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. Therefore which is equal to minus b, അതായത് -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, അതായത് -3 സ്ക്വയർ -4 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1 ആണ്, കോൺസ്റ്റന്റ് സിയുടെ സ്ഥാനത്ത് -54 ആണ്. The whole divided by 2 into a ആണ്, a 1 ആണ്. Which is equal to minus of -3 is 3 plus or minus root of -3 square is 9 plus 4 into 54 is 200 and 216 divided by 2 which is equal to 3 plus or minus root of
root of 216 plus 9 is 225 divided by 2. 225 divided by 2, that is 3 plus or minus 225 root calculator നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 15 ആണ് divided by 2. 15 ആണ് divided by 2. ഇവിടെ നമുക്ക് മൈനസ് കൊടുക്കാൻ പറ്റത്തില്ല. മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ 3 minus 15 minus 12 by 2 minus 6 എന്ന് വരും. അതായത് n is equal to minus 6 എന്ന് വരും. അതായത് നമ്പർ ഓഫ് സൈഡ് ഈക്വൽ ടു മൈനസ് 6 ആണ്. നമ്പർ ഓഫ് സൈഡ് നെഗറ്റീവ് വരൂലല്ലോ, നമ്പർ അല്ലേ, അത് ലോജിക്കലി ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു n is equal to 3 plus 15 divided by 2. That is 18 divided by 2, that is 9. അതായത് സൈഡിന്റെ എണ്ണം 9 ആണെങ്കിൽ അയാളുടെ ഡയഗണലിന്റെ എണ്ണം 27 ആയിരിക്കും. ഡയഗണലിന്റെ എണ്ണം 27 ആയിരിക്കും. Therefore, a polygon with number of sides 9 has number of diagonals 27. 27 ഡയഗണൽ ഉണ്ടാകണമെങ്കിൽ 9 സൈഡ് വേണ്ടതാണ്. 9 സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് 27 ഡയഗണൽ പോസിബിൾ ആയിരിക്കും. 27 ഡയഗണൽ പോസിബിൾ ആയിരിക്കും. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അത്രേ ഉള്ളൂ. Done. We are done with that question. Next question. Okay. Next question. If NCR minus 1 is 36 and NCR is 84 and NCR plus 1 is 126, find it. അതായത് ഇവിടെ എന്നിന്റെ വാല്യൂ തന്നിട്ടില്ല, ആറിന്റെ വാല്യൂ തന്നിട്ടില്ല. പക്ഷേ അവരുടെ ചെറിയ കോമ്പിനേഷന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. NCR minus 1, NCR plus 1 എന്നീ ആൾക്കാരുടെ കോമ്പിനേഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ശരി, അപ്പൊ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നു. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തെഴുതാം. NCR minus 1 എന്ന് പറയുമ്പോ 36, NCR എന്ന് പറയുമ്പോ 84, NCR plus 1 എന്ന് പറയുമ്പോ 126. നമുക്ക് എന്നിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ സൊല്യൂഷൻ വേണ്ടി പോകുന്നു. സൊല്യൂഷൻ നമ്മളപ്പോ NCR minus 1 divided by NCR നമ്മൾ ചെയ്യുന്നു. NCR minus 1 divided by NCR നമ്മൾ ചെയ്യുന്നു. നമുക്ക് വാല്യൂ അറിയാം. NCR minus 1 എന്ന് പറയുമ്പോൾ 36, NCR 84 ആണ്. ഇവിടെ ചെറിയ ഡിഡക്ഷൻ വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ അത് ഡിഡക്ഷൻ ചെയ്യുമ്പോൾ NCR minus 1ന്റെ ഫോമിൽ നമുക്കറിയാം n factorial divided by r minus 1 factorial into n minus r minus 1 factorial. The whole divided by, പിന്നെ NCR ആണ് വേണ്ടത്, that is n factorial divided by r factorial into n minus r factorial, which is equal to 36/84 ആണ്. 36/84 എന്ന് പറയുമ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യാം. 18/42 ആവും. 9/21 ആവും. 3/7 ആവും. 3/7 ആവും. അത് നിങ്ങൾ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്തോളുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 3/7 എന്നാവും. 3/7 എന്നാവും. ഡൺ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്തേക്കാണ്. നമുക്കറിയാം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന്. അപ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r minus 1 ഫാക്ടോറിയൽ. ഈ മൈനസിനെ അകത്തേക്ക് എടുക്കുമ്പോൾ n minus r, മൈനസ് കൂടെ പ്ലസ് ആവും, +1 ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ഇൻറ്റു n minus r ഫാക്ടോറിയൽ the whole divided by n ഫാക്ടോറിയൽ is equal to 3/7. 3/7. കാൽക്കുലേഷൻസ് ഒന്ന് കാര്യമായിട്ട് നോക്കുക. ഇവിടെ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ രണ്ടുപേരും ക്യാൻസൽ ആയി പോകും.
രണ്ടുപേരും ക്യാൻസൽ ആയി പോകും. പിന്നെ ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഉണ്ട്. ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഉണ്ട്. അപ്പൊ ഇവിടെ ആർ ഫാക്ടോറിയലിനെ 1 ഇൻറ്റു ആർ ഫാക്ടോറിയലിനെ നമുക്ക് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു ആർ മൈനസ് 1 ഇൻറ്റു ആർ എന്ന് എഴുതാം. ആർ മൈനസ് 1 ഇൻറ്റു ആർ എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ഇവിടെ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഉണ്ടല്ലോ, എൻ മൈനസ് ആർ ഫാക്ടോറിയൽ അയാൾ അങ്ങനെ തന്നെ എഴുതിയേക്കാം. എൻ മൈനസ് ആർ ഫാക്ടോറിയലിന് അങ്ങനെ തന്നെ ഇട്ടേക്കാം. ഡിവൈഡഡ് ബൈ ഇവിടെ ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഉണ്ട്. ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ മൈനസ് വൺ ഫാക്ടോറിയൽ, എൻ മൈനസ് ആർ പ്ലസ് വൺ ഫാക്ടോറിയൽ. അയാളെ നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ കിടക്കട്ടെ. എൻ മൈനസ് ആർ പ്ലസ് വൺ ഫാക്ടോറിയൽ കിടന്നോട്ടെ. ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു ആർ മൈനസ് വൺ എന്ന് പറയുന്നത് ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ആണ്. അപ്പൊ മുകളിലും ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഉണ്ട്, താഴെയും ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഉണ്ട്. അവർ രണ്ടുപേരും ക്യാൻസൽ ആയി പോകും. ഇയാളും ക്യാൻസൽ ആയി പോകും. പിന്നെ ബാക്കി ഉണ്ടാവുന്നത് ആർ മൈനസ് n മൈനസ് ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ മൈനസ് വൺ ഫാക്ടോറിയൽ. അതായത് ഞാൻ ഈ n മൈനസ് ആർ പ്ലസ് വൺ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇയാളെ എക്സ്പാൻഡ് ചെയ്തല്ലേ ഉണ്ടാക്കിയത്. n മൈനസ് ആർ മൈനസിനകത്തേക്ക് എടുത്തത് ഞാൻ അയാളെ തിരിച്ചെഴുതുകയാണ്. എനിക്കൊരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് തിരിച്ചെഴുതിയത്. n മൈനസ് ആർ മൈനസ് വൺ ഫാക്ടോറിയൽ എന്ന് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു 3/7. അപ്പൊ ഇയാളെന്ന് പറയുന്നത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് ആർ, 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് ആർ. ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് ആർ. ഇത് ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ വേണം. ഞാൻ ആ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഓക്കെ, നമുക്കതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ കാര്യം മനസ്സിലാവും. അപ്പൊ ആദ്യം മുകളിലുള്ളത് n മൈനസ് ആർ ആണല്ലോ, n മൈനസ് ആർ ഫാക്ടോറിയൽ ആണല്ലോ, n മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പൊ ഞാൻ അയാളൊന്ന് എഴുതുകയാണ്. ദാറ്റ് ഇസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് ആർ ആണല്ലോ. ഈ n മൈനസ് ആറിന് മുൻപുള്ള ടേം എന്ന് പറയുന്നത് n മൈനസ് n മൈനസ് ആർ മൈനസ് വൺ അല്ലേ. n മൈനസ് ആർ മൈനസ് വൺ ആണ് ഇയാളുടെ മുമ്പേ ഉള്ള ടേം. ഒന്ന് കുറയ്ക്കുമ്പോഴാണല്ലോ മുൻപുള്ള ടേം കിട്ടുന്നത്. ഈ n മൈനസ് ആർ മൈനസ് വൺ എന്ന് പറയുന്നത് n മൈനസ് ആർ പ്ലസ് വൺ അല്ലേ, n മൈനസ് ആർ പ്ലസ് വൺ അല്ലേ, ആണല്ലോ. അപ്പൊ ഇയാളുടെ മുൻപിലുള്ള ടേം എന്നുള്ള രീതിയിൽ n മൈനസ് ആർ പ്ലസ് വണ്ണിനെ ഞാൻ എഴുതുന്നു. n മൈനസ് ആർ പ്ലസ് വണ്ണിനെ എഴുതുന്നു. അതായത് n മൈനസ് ആർ ഫാക്ടോറിയലിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തതാണ്. n മൈനസ് ആർ ഫാക്ടോറിയലിനെ എക്സ്പാൻഡ് ചെയ്തതാണ്. ഡിവൈഡഡ് ബൈ താഴെ എന്തായിരുന്നു? n മൈനസ് ആർ മൈനസ് വൺ ദ ഹോൾ ഫാക്ടോറിയൽ, n മൈനസ് ആർ മൈനസ് വൺ ദ ഹോൾ ഫാക്ടോറിയൽ, n മൈനസ് ആർ മൈനസ് വൺ ദ ഹോൾ ഫാക്ടോറിയൽ ആയിരുന്നു താഴെ ഉണ്ടായിരുന്നത്. ഒന്ന് നോക്കട്ടെ. n മൈനസ് ആർ മൈനസ് വൺ whole factorial. Just a second. n minus r minus 1 the whole factorial. That is equal to 1 into 2 into 3 into etc. into n minus r minus 1, n minus r minus 1 minus 1, sorry, n minus r minus 1 plus 1. Okay, I think നമുക്കൊന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട് ഇവിടെ. കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ചെറിയൊരു സ്റ്റക്ക് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് എഴുതാം. ഞാനത് പറഞ്ഞുതരാം. ഓക്കെ,
ദാറ്റ് ഇസ് നമ്മുടെ കയ്യിലുള്ളത് n minus r factorial divided by n minus r minus 1 factorial. n minus r minus 1 factorial, which is equal to 3/7 എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. n minus r factorial divided by n minus r minus 1 factorial is equal to 3/4 എന്നാണ് 3/7 എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. Now we are going for the adjustment. ഇവിടെ n minus r minus 1 factorial, that is equal to 1 into 2 into 3 into etc. into up to n minus r minus 1 ആണല്ലോ അവസാനം വരെ. n minus r minus 1 എന്ന ഈ പർട്ടിക്കുലർ നമ്പർ, അതായത് എന്തു ആയിക്കോട്ടെ, അതുവരെ പ്രോഡക്റ്റ് എടുത്ത് പോവുക എന്നുള്ളതാണ് ഇയാളുടെ ഒരു ലക്ഷ്യം. അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾക്ക് തൊട്ടു മുൻപുള്ള ടേം കണ്ടുപിടിക്കാൻ പോവാണ്. ഇയാൾക്ക് തൊട്ടു മുമ്പുള്ള ടേം, അതായത് n minus r minus 1ന്റെ കൂടെ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ തൊട്ടു മുമ്പുള്ള ടേം കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു n minus r. ഈ മൈനസിനെ അകത്തേക്ക് എടുക്കുമ്പോൾ +1, പിന്നെ ഈ മൈനസ് അവിടെ ഉണ്ട് -1. അപ്പൊ +1 -1 പോകും, അവസാനം n minus r ആകും. അതായത് ഇയാൾക്ക് തൊട്ടു മുൻപുള്ള ടേം എന്ന് പറയുമ്പോ n minus r ആണ്. ഞാനിവിടെ താഴെയുള്ള ആളെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ്. എന്നിട്ട് ഇയാളുടെ അവസാനത്തെ ടേം ഓഫ് കോഴ്സ് n minus r minus 1 ആയിരിക്കും. അയാളുടെ തൊട്ടു മുൻപേ ഉള്ള ടേം കണ്ടുപിടിക്കാൻ n minus r minus 1ന്റെ കൂടെ ഒരു -1 ചെയ്താൽ, അപ്പൊ ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ -r +1 ആവും, പിന്നെ ഒരു -1 ഉണ്ട്, അത് രണ്ടും പോയിട്ട് n minus r ആകും. അതായത് 1 into 2 into 3 into etc. into n minus r വരെ ഇവിടെ കിടക്കുകയാണ്. അതായത് n minus r ഫാക്ടോറിയൽ ആണ് ഈ കിടക്കുന്നത്. Therefore n minus r factorial divided by ഈ പുള്ളിക്കാരനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാളെ n minus r factorial into പിന്നെ അവസാനത്തെ ടേം n minus r minus 1, which is equal to 3/7. നമുക്ക് ഈ രണ്ടുപേരും ക്യാൻസൽ ആയി പോകും, ഇയാളും ക്യാൻസൽ ആയി പോകും. അവസാനം ബാക്കിയാവുന്നത് 1/n minus r minus 1 മാത്രം, which is equal to 3/7. അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 is equal to 3 into n into n minus r minus 1, which is equal to മൈനസിനകത്തേക്ക് എടുക്കുമ്പോൾ n minus r plus 1 ആകും, which is equal to 3n minus 3r plus 3, which is equal to 7, which is equal to 3n minus 3r is equal to ഇയാൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ 4 ആണ്. Therefore 3n minus 3r is equal to 4 എന്ന് കിട്ടും. 3n minus 3r is equal to 4 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 3n minus 3r is equal to 4, I think. ചെയ്തതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലെ? കേൾക്കാം. Okay, 7, 3 plus 1, 3r plus 3, that's 4. 3n minus 3r is equal to 4. ഞാൻ ഇയാളെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് മാർക്ക് ചെയ്യാണ്. അവിടെ കിടക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള രണ്ടുപേരാണ് NCR-ഉം NCR+1. ഈ NCR 84 എന്നും NCR+1 എന്ന് പറയുന്നത് 126 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരെയും ഞാൻ ഇക്വേറ്റ് ചെയ്തു. ഇവരെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോലെ എക്സ്പാൻഡ് ചെയ്യാം. n factorial divided by r factorial into n minus r factorial, the whole divided by n factorial divided by r plus 1 factorial into n minus r plus 1 factorial, which is equal to 84/126 ആണ്. That is 42/63.
പിന്നെ 3 കൊണ്ട് പോകുമ്പോൾ ദാറ്റ് വിൽ ബി 14/21. 14/21 അയാളെ വീണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 2/7. 2/7 ആണെന്ന് തോന്നുന്നു. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഐ തിങ്ക് ഇറ്റ്സ് 2/7. യെസ്, 2/7. നോ, 2/3. 2/3. സോറി, 2/3. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് അത് അറിയാവുന്ന കാര്യമാണ്. 2/3. ഇറ്റ് ഇസ് 2/3. ഇനി പഴയ പോലത്തെ സിംപ്ലിഫിക്കേഷൻ ആണ്. 7 n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു ഇതൊന്ന് ഹോൾഡ് ചെയ്യാം. ഞാൻ നേരത്തെ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. അതായത് ഞാൻ 1 × 2 × 3 × എക്സെട്ര × r-1 താഴെ r- ഫാക്ടോറിയൽ ആണ് ക്യാൻസൽ ചെയ്തത്. കൂടെ r ക്യാൻസൽ ചെയ്യാൻ പാടില്ല. r അവിടെ തന്നെ ഉള്ളതാണ്. r ക്യാൻസൽ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ അറിയാതെ r-നെ ക്യാൻസൽ ചെയ്ത് പോയി. r ക്യാൻസൽ ചെയ്തത് r അവിടെ തന്നെ ഉണ്ടാക്കണം. കാരണം 1 × 2 × 3 × എക്സെട്ര r-1നെ r-1 ഫാക്ടോറിയൽ കൊണ്ടാണ് ക്യാൻസൽ ചെയ്തത്. അപ്പൊ ആ ഒരു r അവിടെ ബാക്കി കാണണമായിരുന്നു. അപ്പോ ഈ r ഇവിടെ കാണും, ആ r ഇവിടെ വരും. അടുത്ത ഈ സ്റ്റെപ്പിലും r അവിടെ തന്നെ കാണും. ഈ സ്റ്റെപ്പിലും r അവിടെ തന്നെ കാണും. അയാൾ ക്യാൻസൽ ആയി പോകത്തില്ല. ഈ സ്റ്റെപ്പിൽ r മുകളിൽ വന്നിരിക്കും. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7r ആകും. അതേപോലെ ഇവിടെയും 7r ആകും. അപ്പോ ഇവിടെ ചെറിയ വ്യത്യാസം വരും. അവസാനത്തെ ആ ഇക്വേഷനിൽ ഒരു ചെറിയ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്ത് പോവാം. ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് പോവാം. അതായത് 7r is equal to 3n minus 3r plus 3. അപ്പോൾ ഇയാളെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 7r-നെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു 3n minus 3r. 7r ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -7r plus 3 is equal to 0 എന്ന് വരും. അപ്പോൾ 3n minus 10r is equal to 3-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -3 ആവും. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. 3n minus 10r is equal to -3 എന്ന് എഴുതാം. 3n minus 10r is equal to -3 എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. അപ്പൊ ഞാൻ അവിടെ ഒരു r-നെ അറിയാതെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതാണ് അവിടെ ഒരു പ്രശ്നം വന്നത്. അപ്പൊ r-നെ തിരിച്ച് അതേപോലെ കൊണ്ടുവരിക. നെക്സ്റ്റ് നമുക്ക് ഇത് തുടരാം. അപ്പോ ഇത് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പോൾ n+r+1 ഫാക്ടോറിയൽ ഇൻറ്റു n minus r+1 factorial the whole divided by n factorial which is equal to 2/3. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ n ഫാക്ടോറിയലും n ഫാക്ടോറിയലും ക്യാൻസൽ ആയി പോകും. പിന്നെ r ഫാക്ടോറിയലും r+1 ഫാക്ടോറിയലുമാണ്. അതായത് 1 × 2 × 3 × എക്സെട്ര r × r+1. അപ്പൊ 6 വരെയുള്ള മൾട്ടിപ്പിളുകൾ ക്യാൻസൽ ആയി പോകും. അങ്ങനെ ക്യാൻസൽ ആയി പോയതിനു ശേഷം ഇവരും ഇയാളും ക്യാൻസൽ ആയി പോയിട്ട് r+1 മാത്രമേ ബാക്കി കാണത്തുള്ളൂ. therefore മുകളില് r+1, താഴെ n - r+1 ഫാക്ടോറിയൽ, താഴെ എന്താണ് n - r ഫാക്ടോറിയൽ is equal to 2/3. കണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇയാളെ ക്യാൻസൽ ചെയ്ത് കളയാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലത്തെ അതുപോലത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ആവശ്യമാണ്. ഇവിടെ n - r ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 × 2 × 3 × എക്സെട്ര ഇൻറ്റു n - r വരെയുള്ള മൾട്ടിപ്പിൾ. എനിക്ക് ഇതിന് തൊട്ട് മുൻപേയുള്ള ടേം വേണം. അതായത് n - r-1. ഇതിൽ നിന്ന് ഒന്ന് കുറച്ചാല് മുൻപിലത്തെ ടേം കിട്ടും. n - r-1 അതാണല്ലോ തൊട്ട് മുമ്പിലത്തെ ടേം. സോറി, ഓക്കെ, n - r-1 ആണ്. n - r-1 ആണ് തൊട്ട് മുമ്പിലത്തെ ടേം. അതായത് n - r+1. ഇവിടെ മൈനസ് കോമൺ എടുത്തു. n - r+1 ആണ് ഇതിന് തൊട്ട് മുമ്പിലത്തെ ടേം. ദാറ്റ് ഈസ് n - r+1 തൊട്ട് മുമ്പിലത്തെ ടേം.
അപ്പൊ 1 into 2 into 3 into etc. into n minus r plus 1 എന്ന് പറയുമ്പോൾ n minus r plus 1 ഫാക്ടോറിയൽ ഇൻറ്റു ബാക്കി n minus r. ബാക്കി n minus r. കണ്ടല്ലേ, n minus r plus 1 ഫാക്ടോറിയൽ ഇൻറ്റു n minus r. കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യാം. ഇവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതായത് മുകളിൽ ആർ പ്ലസ് 1 ഉണ്ട്, മുകളിൽ ആർ പ്ലസ് 1 ഉണ്ട്, അയാൾ അവിടെ തന്നെ കിടക്കട്ടെ. ആർ പ്ലസ് 1 ഉണ്ട്. പിന്നെ ഉള്ളത് n മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ ഉണ്ടായിരുന്നു, അതവിടെ കിടക്കട്ടെ. ഡിവൈഡഡ് ബൈ n minus r factorial, divided by n minus r factorial. n minus r factorial ഇയാളാണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു. n minus r plus 1 factorial, n minus r plus 1 factorial into n minus r, which is equal to 2/3, which is equal to 2/3. അപ്പൊ ഇവിടെ ഇയാളെ നമുക്ക് ഇനി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ രണ്ടുപേരെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഇയാളെ ക്യാൻസൽ ചെയ്ത് കളയുന്നു. ബാക്കി ഉണ്ടാകുന്നത് r plus 1 divided by n minus r is equal to 2/3. is equal to 2/3. Cross multiply ചെയ്യുന്നു. That is 3 into r plus 1 is equal to 2 into n minus r, which is equal to 3r plus 3 is equal to 2n minus 2r. 2n minus 2r, which is equal to 2n minus 2r. ഇയാളെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ minus 3r minus 3 is equal to 0. That is 2n minus 5r is equal to 3. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. 2n minus 5r is equal to 3. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. നമുക്കിനി രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 3n മൈനസ് 10r is equal to minus 3. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 2n മൈനസ് 5r is equal to 3. അപ്പൊ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാമായിരിക്കും. ഞാനിവിടെ രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അയാളുടെ ആറിന്റെ കോഎഫിഷ്യന്റ് 10 ആവും. അതായത് നേരത്തെ ഉള്ള ആറിന്റെ കോഎഫിഷ്യന്റിന് ഈക്വൽ ആവും. അപ്പൊ ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ ഒന്നും ചെയ്യുന്നില്ലേ, is equal to minus 3. രണ്ടാമത്തെ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 2n 4n ആവും. 2 into minus 5 minus 10r ആവും. 2 into 3 എന്ന് പറയുന്നത് 6 ആവും. മൈനസ് ചെയ്യാം. 3n minus 4n is minus n. Minus 10r minus 10r is 0. Minus 3 minus 6 is minus 9. That is n is equal to 9. അപ്പൊ നമ്മള് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു. എന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. n is equal to 9. അത് ഒന്നിട്ട് ഇച്ചിരി കാൽക്കുലേഷൻസ് കൂടുതലുള്ളതാണ്. ഒന്ന് ചെയ്ത് പഠിക്കുക. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഒന്ന് ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ക്യാൻസലേഷന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ആ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തത് എലിമിനേഷൻ പ്രോസസ് ആണ്. അത് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രോസസ്സാണ്. എലിമിനേഷൻ പ്രോസസ്സ് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഫോർ സോൾവിങ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ n is equal to 9 നമുക്ക് കിട്ടും. n is equal to 9. We are done. Now we are moving for our final question. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. That is from 4 officers and 8 jawans. From 4 officers and 8 jawans, in how many ways can 6 be chosen? Okay. നമ്മുടെ കയ്യില് 4 ഓഫീസേഴ്സും 8 പട്ടാളക്കാരും, 4 ഓഫീസറും 8 പട്ടാളക്കാരും ഉണ്ട്. അതിൽ നിന്ന് 6 പേര് ചൂസ് ചെയ്യണം. പക്ഷെ ചൂസ് ചെയ്യേണ്ട വഴികൾ താഴെ പറയുന്നുണ്ട്. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ഓഫീസർ എക്സാക്ട്ലി കൃത്യം ഒരാള് ഈ ടീമിൽ ഉണ്ടായിരിക്കണം. അതായത് 6 പേരിൽ ഒരാള് ഒരു ഓഫീസർ ആയിരിക്കണം. എക്സാക്ട്ലി ഒരാൾ മാത്രം. രണ്ടാമത്തത്, അറ്റ്ലീസ്റ്റ് 1 ഓഫീസർ, ഒരു ഓഫീസർ എങ്കിലും വേണം. 6 പേരെ ചൂസ് ചെയ്യുമ്പോൾ ഒരു ഓഫീസർ എങ്കിലും വേണം. അതാണ് പോസിബിലിറ്റി. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോ നമ്മുടെ കയ്യില്
4 ഓഫീസേഴ്സ് ഉണ്ട്, 8 ജവാൻസ് ഉണ്ട്, 6 ടു ബി ചോസൺ. 6 പേരെ ചൂസ് ചെയ്യണം. അതിലെ എക്സാക്ട്ലി 1 ഓഫീസർ, ഒരാൾ ഓഫീസർ ആയിരിക്കണം. അതായത് 6 പേരിൽ ഒരാൾ ഓഫീസർ ആയിരിക്കണം. അപ്പോ 4 ഓഫീസർ ഉണ്ട്. അതിൽ ഒരാളെ എനിക്ക് ചൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? 4 ഓഫീസർ, 6 പേരെ നമുക്ക് എടുക്കണമായിരുന്നു. അതിൽ ഒരാള് എക്സാക്ട്ലി ഒരു ഓഫീസർ ആയിരിക്കണം. അപ്പോ ആ 4 പേരിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യാം. കഴിയും. പിന്നെ 6-ൽ ഒന്നിനെ എടുത്തു, ഇനി 5 ഉണ്ടല്ലോ. ആ 5 പേരും ജവാനായിരിക്കണ്ടേ? 5 പേരും ജവാനായിരിക്കണം. അതായത് 8 ജവാൻ ഉള്ളതിൽ 5 ജവാനെ എനിക്ക് വേണം, ചൂസ് ചെയ്യാൻ. ഒന്നുകൂടെ പറയുന്നു, 6 പേര് ചൂസ് ചെയ്യണം. അതിൽ ഒരാള് ഓഫീസർ ആയിരിക്കണം. അപ്പോ എന്തായാലും 4 ഓഫീസർ ഉണ്ട്, അതിൽ ഒരാളെ എനിക്ക് ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ 4 പേരിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്തു. 4C1 കഴിഞ്ഞു. എനിക്ക് ഇൻ ടോട്ടൽ 6 പേര് വേണമായിരുന്നു. അപ്പൊ ഒരാളെ എടുത്തു കഴിഞ്ഞു ഓഫീസർ ആയിട്ട്. ബാക്കി 5 പേര് എന്തായിരിക്കണം? ജവാൻ ആയിരിക്കണം. അപ്പൊ 5 പേരെ ജവാനായിട്ട് ചൂസ് ചെയ്യണം. അപ്പോ 8 ജവാൻ ഉണ്ട്, അതിൽ നിന്ന് 5 പേരെ ചൂസ് ചെയ്യണം. അപ്പോ 8C5 which is equal to 4C1 is equal to 4 factorial divided by 4 minus 1 factorial into 1 factorial multiplied by 8C5 ആണ്. That is 8 factorial divided by 8 minus 5 factorial into 5 factorial which is equal to 4 factorial divided by 3 factorial into 8 factorial divided by 3 factorial into 5 factorial which is equal to 4 into 6 into 7 into 8. 6 into 7 into 8 കഴിഞ്ഞു. അപ്പോ 4 into 7 into 8 will be 224. നമുക്ക് 224 വേസിൽ അങ്ങനെ ചൂസ് ചെയ്യാം. 224 വേസിൽ ചൂസ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ് പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല. ഇനി അടുത്ത് ബി പാർട്ടാണ് രസം. അതായത് നിങ്ങളോട് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ഓഫീസർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ട പോസിബിലിറ്റികളെ പറ്റി നോക്കുകയാണ്. അപ്പൊ ഇൻ ടോട്ടൽ നമുക്ക് 6 പേരാണ് ഉള്ളത്. അതിൽ നമ്മൾ ഒരാളെ ഓഫീസർ ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ ടോട്ടൽ 6 വേണേ. അപ്പൊ 5 ജവാൻ ചൂസ് ചെയ്യണം. ഒന്നി കുറയാൻ പാടില്ല ഓഫീസറിന്റെ എണ്ണം. ശരി, 2 ഓഫീസറിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4 പേര് ജവാനായിരിക്കണം. 2 ചൂസ് ചെയ്യാം, 1-നേക്കാൾ ചെറുതല്ലല്ലോ, ചൂസ് ചെയ്യാം. ഇനി അടുത്ത 3 ഓഫീസറിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 3 എന്തായിരിക്കണം? ജവാനായിരിക്കണം. ഇനി അടുത്ത 4 ഓഫീസറിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 പേർ ജവാനായിരിക്കും. നമ്മുടെ കയ്യിൽ കൂടിപ്പോയാൽ 4 ഓഫീസറേ ഉള്ളൂ. ഇനി 5 ഓഫീസറിനെ ഒന്നും ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ പോസിബിലിറ്റി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ടോട്ടൽ ചെയ്യാൻ പോവാണ്. 4 പേരിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്തു. 4 ഓഫീസറിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്തു. അപ്പൊ 4C1. 8 പേരിൽ നിന്ന് 5 പേരെ ചൂസ് ചെയ്തു. therefore 8C5. 4 പേരിൽ നിന്ന് 2 പേരെ ചൂസ് ചെയ്തു. 4C2. 8 പേരിൽ നിന്ന് 4 പേരെ ചൂസ് ചെയ്തു. 8C4. 4 പേരിൽ നിന്ന് 3 പേരെ ചൂസ് ചെയ്തു. 4C3. 8 പേരിൽ നിന്ന് 3 പേരെ ചൂസ് ചെയ്തു. 8C3. 4 പേരിൽ നിന്ന് 4 പേരെ ചൂസ് ചെയ്തു. 4C4. 8 പേരിൽ നിന്ന് 2 പേരെ ചൂസ് ചെയ്തു. 8C2. കഴിഞ്ഞു. ഇത് ഇതുപോലത്തെ ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. 224 കിട്ടും. ഇത് 420 കിട്ടും. ഇത് 224 കിട്ടും. ഇത് 28 കിട്ടും. 28. Therefore, total number of ways is equal to 224 plus 420
plus 224 plus 28, that is equal to 896 ways. 896 വേസില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചൂസ് ചെയ്യാം. ഒരു ഓഫീസർ, അറ്റ്ലീസ്റ്റ് വൺ ഓഫീസർ എന്നുള്ള നിലയിൽ 896 വേസിൽ നിങ്ങൾക്ക് ആ ടീമിനെ ഫോം ചെയ്യാം. വി ആർ ഡൺ.